പഴുത്ത മാങ്ങയുടെ ഉള്ളിൽ പുഴു കാണുന്നതും വളരുന്ന സമയത്ത് ഇലകൾക്കും ചില്ലകൾക്കും കേടുവന്ന് നശിക്കുന്നതും മാവിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ്. മാവിലെ പ്രശ്നങ്ങൾക്ക് തന്റെ ലളിതമായ ചികിത്സാ രീതി വഴി കർണൻ മേലൂർ പരിഹാരം നിർദ്ദേശിക്കുന്നു. വണ്ടുകളുടെയും പ്രാണികളുടെയും പ്രവർത്തനത്തെക്കാൾ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം മൂലമാണ് മാവിൽ പ്രശ്നങ്ങളെന്ന് ഇദ്ദേഹം വിലയിരുത്തുന്നു. ഇതിനെ മറികടക്കുന്നതിനായി കൃത്യമായ ഇടവേളകളിൽ മരുന്ന് തളിയുടെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറയുന്നു. മാങ്ങക്കും മാവിനും കേടുവരുന്ന ഈടെയാണ് ഇവരെ തറവാട്. ഇവിടുന്നാണ് പിന്നെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്കും അകത്തേക്ക് ഇങ്ങനെ ഇവിടുന്ന് കയറിയിട്ടാണ് ഇപ്പോൾ ഈ കൊമ്പ് മുറിക്കറെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ഇതിങ്ങനെ ദ്രവിപ്പിക്കുക. ഇത് രോഗാണുക്കൾ ഇത് കുറച്ചൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ പണിയെടുക്കുന്നുണ്ടായിപ്പോൾ. കോടാനകോടി ആൾക്കാർ കിടന്ന് പണിയെടുക്കുന്നുണ്ടായി. അപ്പോൾ അന്നേരത്തെ അതിൻ്റെ കീടം കഴിയുന്നതാണ് ഇതിൻ്റെ ശരീരത്തിലുള്ള ഇത് കഴിഞ്ഞു പോകുന്നത്. മാവിന്റെ തൊലിപ്പുറത്തെ കേടുകളിലൂടെയും മുറിവുകളിലൂടെയുമാണ് പ്രധാനമായും രോഗാണുക്കൾ ഉള്ളിൽ കിടക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. രോഗബാധ മൂലം ഇലകൾക്കും തണ്ടിനും കേടുവന്ന മരങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് ആദ്യപടി. ഇതിനായി 2 മാസം ഇടവേളകളിൽ മാവിന്റെ തണ്ടിലെ ജോയിന്റുകളിലും കരിച്ചിലുള്ള ശിഖരങ്ങളിലും തയ്യാറാക്കിയ മിശ്രിതം ചെറിയ അളവിൽ തളിച്ചു നൽകിയാൽ മാത്രം മതി. 2 ദിവസം വരെ പഴകിയ 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ 1 or 2 പഴുത്ത ചെറുപഴം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മാവിലെ സൂക്ഷ്മാണുക്കളെ ആകർഷിക്കുന്നതിനായി ഈ മിശ്രിതം ഉപകരിക്കും. ഇങ്ങനെ വരുന്ന അണുക്കളെ നശിപ്പിക്കുന്നതിനായി 10 മുതൽ 20 മില്ലി വരെ കീടനിവാരണ കൂടി ചേർത്ത് നൽകുക. മാവ് മുറിച്ച മുറിവായി കണ്ട രോഗാണുക്കൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. അപ്പൊ അതിലേക്കൂടി നമ്മൾ ആടെയാണ് കൊടുക്കുക. ആടെ നിന്നാണ് ഇതിലേക്ക് ഇങ്ങനെ ചേരുന്നത്. അതിന് ഒരടി കൊടുക്കുക, നേരത്തെ ഉള്ളിൽ പോകും. പോയില്ലേ? ഇനി അതാ പിന്നെ ആ രണ്ടിന്റെ ഇടക്ക് ഇവിടെ ആടെയുണ്ട്. ഇനി പിന്നെ മെരട്ട് തായ മാവിന്റെ തടിയുടെ കേടുവന്ന ഭാഗങ്ങളിലും ശിഖരങ്ങൾ കൂടിച്ചേർന്നയിടത്തും ഇത്തരത്തിൽ മരുന്ന് തേച്ചു കൊടുക്കുന്ന വഴി മാങ്ങയിലെ പുഴുശല്യം പൂർണ്ണമായി ഒഴിവാക്കാവുന്നതാണ്.